മേയർ എം.എൽ.എ ദമ്പതികളും കെ.എസ്.ആർ.ടി.സി ഡ്രൈവറും തമ്മിൽ തർക്കമുണ്ടായ ബസ്സിലെ CCTV മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിൽ പങ്കില്ലെന്ന് ബസ്സിലെ കണ്ടക്ടർ സുബിൻ. തർക്കത്തിന് ശേഷം CCTV മോണിറ്റർ മാത്രമാണ് താൻ പരിശോധിച്ചതെന്നും സുബിൻ പോലീസിന് മൊഴി നൽകി. ഇയാൾക്കൊപ്പം ചോദ്യം ചെയ്ത കെ.എസ്.ആർ.ടി.സി സ്റ്റേഷൻ മാസ്റ്ററെ ഉടൻ വിട്ടയക്കും. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. ഷഫീദ്, ഈ മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ടാണല്ലോ ബസ്സിലെ കണ്ടക്ടറായ സുബിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതും അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഇയാൾക്കൊപ്പം കെ.എസ്.ആർ.ടി.സിയുടെ സ്റ്റേഷൻ മാസ്റ്ററെയും ചോദ്യം ചെയ്തത്. എന്താണ് ഇവർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി? ഈ മെമ്മറി കാർഡിന് വേണ്ടിയുള്ള അന്വേഷണം എവിടെ എത്തി? ഗോപി, ഈ മെമ്മറി കാർഡ് കേന്ദ്രീകരിച്ച് KSRTC നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു തമ്പാനൂർ പോലീസ് വളരെ പെട്ടെന്നൊരു നീക്കത്തിലേക്ക് കടന്നത്. ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവ ദിവസം ഡ്രൈവറായിരുന്ന യദുവിനൊപ്പം ആ ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർ സുബിനെ വീട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്തു വന്നത്. മാത്രവുമല്ല, തമ്പാനൂർ ഡിപ്പോ സ്റ്റേഷൻ മാസ്റ്ററെയും പോലീസ് ചോദ്യം ചെയ്യാൻ ഇന്ന് വിളിപ്പിച്ചിരുന്നു. അങ്ങനെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. അതിനിടയിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം നമുക്ക് ലഭിക്കുന്നത്. ഈ സുബിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുണ്ടായ ഒരു കാരണം, അതായത് തർക്കത്തിന് ശേഷം ബസ്സിലെ CCTV ക്യാമറ പരിശോധിക്കുന്ന ദൃശ്യങ്ങൾ അത് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുബിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. എന്നാൽ സുബിൻ കുറ്റം നിഷേധിച്ചെന്ന് ഇപ്പോൾ പോലീസ് പറയുന്നുണ്ട്. CCTVയുടെ മോണിറ്റർ നോക്കുക മാത്രമാണ് ചെയ്തതെന്ന് സുബിൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇത് സാധൂകരിക്കുന്ന രീതിയിലുള്ളൊരു മൊഴിയാണ് KSRTC തിരുവനന്തപുരം തമ്പാനൂർ ഡിപ്പോ സ്റ്റേഷൻ മാസ്റ്ററും നൽകിയതെന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പോലീസ് പറയുന്ന കാര്യം. അതേസമയം ഈ സുബിനെയും അതേപോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്ററെയും ഈ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിലടക്കം ബന്ധുക്കൾക്ക് ഇക്കാര്യത്തിൽ ചില പ്രതിഷേധങ്ങളുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളുടെ വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും മെമ്മറി കാർഡ് കേന്ദ്രീകരിച്ച് വളരെ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് പോലീസ് നൽകിയിട്ടുള്ളത്. നേരത്തെ യദു തന്നെയാണ് ഈ മെമ്മറി കാർഡ് എടുത്ത് മാറ്റിയെന്നുള്ള സംശയത്തിൽ പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. ഈ സംഭവത്തിന് ശേഷം ജാമ്യം ലഭിച്ച യദു തൊട്ടടുത്ത ദിവസം ഡിപ്പോയിലെത്തി ബസ്സിനടുത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ആ സാഹചര്യത്തിലായിരുന്നു യദുവിനെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയത്. ഏതായാലും വിശദമായ അന്വേഷണം പോലീസിൻ്റേത് പുരോഗമിക്കുകയാണ്. ഗോപി, ശരി. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.